പ്രൈസ് ദി ലോർഡ്. മന്ത് ഓഫ് പ്രേയറിൻ്റെ 10ാം ദിവസത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ദൈവപ്രവൃത്തി എന്നുള്ളതാണ്. ഇതിന് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. യോഹന്നാൻ 9-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. അതിന് യേശു, അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിപ്പെടുവാൻ അത്രേ എന്നുള്ള വചനമാണ്. ഇത് യേശു പറഞ്ഞതായ ഒരു വചനമാണ്. നമ്മുടെ ജീവിതത്തിലെ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ നമ്മൾ എന്ത് ചെയ്യണം? യേശു ഒരാളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അയാളെ ഏതൊക്കെ രീതിയിൽ യേശു ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് തുടർന്ന് ചിന്തിക്കാം. ഈ ഒരു വാക്യം നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്. യേശു ഒരു കുരുടരെ സൗഖ്യമാക്കിയതിന് ശേഷം പറഞ്ഞതായ ഒരു മറുപടിയാണ്. പലരും വന്ന് അവൻ്റെ ജീവിതത്തിൽ ഈ കുരുടനായി പിറന്നതിനകത്തുള്ള കാരണം എന്താണെന്ന് അവനോട് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞതായ ഒരു മറുപടിയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. ഇതുപോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ ജീവിതമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലും അനേകം വിഷയങ്ങൾ, പല വേദനയാർന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കും, അല്ല നമുക്ക് ചുറ്റും നിൽക്കുന്നവർ നമ്മളോട് ചോദിക്കും, എന്തുകൊണ്ട് ഇത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന്. അത് നമ്മളും ഒരു വിധിയിലെത്തും. ലോകത്തിലെ ജനവും അല്ലെ നമുക്ക് ചുറ്റും നിൽക്കുന്നവരും ഒരു വിധി ഉണ്ടാകും. ഇതുകൊണ്ടാണ് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, ഇതുകൊണ്ടാണ് ദൈവത്തിൽ സംഭവിച്ചതെന്ന്. പക്ഷെ ഒരു ദൈവ പൈതലിന് എപ്പോഴും പറയാൻ കഴിയും, ഇല്ല, ഇതെൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത് അത് ദൈവപ്രവൃത്തി എങ്കൽ വെളിപ്പെടുവാൻ അത്രേ എന്നാണ്. യേശു ചെയ്ത ഒരു പ്രവൃത്തിയുണ്ട്. അവന് സൗഖ്യമാകുവാൻ വേണ്ടി അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേറ് അവൻ്റെ കണ്ണിന്മേൽ പൂശി, നീ ചെന്ന് ശീലോഹം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ശീലോഹം എന്ന വാക്കിനർത്ഥം അയക്കപ്പെട്ടവൻ എന്നതാണ്. അപ്പം ആ കുരുടൻ യേശു പറഞ്ഞതുപോലെ ചെയ്യുവാൻ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ കർത്താവ് പറഞ്ഞത് അനുസരിക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് എങ്ങനെ അവനെ കർത്താവിൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ കർത്താവിൻ്റെ ആ ഒരു കർത്താവ് എന്താണെന്ന് ഈ ലോകം എങ്ങനെ അവനിൽ കൂടി അറിഞ്ഞു എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് അവൻ കണ്ണ് കാണുന്നവനായി ആദ്യം അവനെ കണ്ടത്, ആദ്യം അവൻ്റെ പേരൻസിൻ്റെ അടുത്തോട്ടായിരിക്കും പോയത്. അവൻ്റെ പേരൻസ്, അവൻ്റെ മാതാപിതാക്കൾ അവനെ കണ്ടു, സൗഖ്യമുള്ളവനായി കണ്ടു. അവർ യേശു ആരെന്നറിഞ്ഞു, അത് തിരിച്ചറിയുവാൻ ഇടയായി. അതിനുശേഷം അവൻ പോയത് അയൽക്കാരും അവനെ മുമ്പ് ഇരക്കുന്നവനുമായി കണ്ടവരും. 8-ാം വാക്യത്തിൽ, 9-ന്റെ 8-ാം വാക്യത്തിൽ, യോഹന്നാൻ 9-ന്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, അയൽക്കാരും അവനെ മുമ്പേ ഇരക്കുന്നവനായി കണ്ടവരും, ഇവനല്ലയോ ഇവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചവൻ എന്ന് പറഞ്ഞു. അപ്പം ഇവന് കാഴ്ച പ്രാപിച്ച് അവൻ ആ ലോകത്തോട്ട് ഇറങ്ങി. അപ്പോൾ അവനെ മുമ്പ് ഇരക്കുന്നവനായിട്ട് കുറേ പേര് കണ്ടു, അവൻ്റെ അയൽക്കാരായിട്ടുള്ളവർ കണ്ടു. ഇപ്പം നമ്മുടെ ജീവിതത്തിലാണേലും ഒരു വിടുതൽ സംഭവിച്ചാൽ ആദ്യം കാണുന്നത് ആരാ? അയൽക്കാർ, ചുറ്റി നിൽക്കുന്നവർ, അവനെ നേരത്തെ ഈ ഗതിയിൽ കിടന്ന് കണ്ടവർ ഒക്കെ ആയിരിക്കും കണ്ടത്. പക്ഷേ യേശു സൗഖ്യമായതിനു ശേഷം അവൻ ഇറങ്ങിച്ചെന്നപ്പോൾ ആദ്യം അവനെ കണ്ടത് അയൽക്കാരും ഭിക്ഷ യാചിക്കുന്നവരുമാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതൽ വന്നു കഴിഞ്ഞാൽ അവരും അപ്പോൾ യേശുവിനെ അറിയുകയാണ്. ഇവരും യേശു എന്നെ സൗഖ്യമാക്കി എന്ന് പറയാൻ അവൻ ധൈര്യപ്പെട്ടു. അവർ യേശുവിനെ കണ്ടു. ഇതിൽ കൂടി അവരെയും കൂടി കർത്താവിലേക്ക് നേടുവാൻ ആ കുരുടന് സഹായിച്ചു. അല്ലെങ്കിൽ യേശുവിനെ അവിടെ അറിയിക്കുവാൻ അവൻ്റെ ജീവിതത്തിലെ വിടുതൽ കാരണം സഹായിച്ചു. അടുത്തത് 13-ാം വാക്യത്തിൽ, കുരുടനായിരുന്നവനെ അവൻ പരീശന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി എന്ന് നമ്മൾക്ക് കാണുവാൻ സാധിക്കും. അടുത്തത്, ഈ പരീശന്മാരുടെ ഒരു ക്യാരക്ടറുണ്ട്. ഉൾക്കൊള്ളാൻ കഴിയാത്തവർ, പിന്നെ ഏതേലും ഒരു കാര്യമുണ്ടെങ്കിൽ അതിലെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ ഇങ്ങനെ നോക്കുന്നവരായിരിക്കും പരീശൻ എന്ന് അവിടെ കൊണ്ടുപോയപ്പോൾ അത് കണ്ണ് തുറന്നത് ശബത്ത് നാളിലായിരുന്നു. അപ്പോൾ അതിനകത്തൊരു മിസ്റ്റേക്കായി. ശബത്ത് നാളിൽ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനായി ശബത്ത് നാളിൽ അത് സൗഖ്യമായതല്ല അവരുടെ വിഷയം. അങ്ങനെ കുറച്ച് പേര് നമ്മുടെ ചുറ്റും കാണുമായിരിക്കാം. നമ്മൾ തകർന്നു കിടക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ വിടുതൽ അയക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിനകത്ത് മിസ്റ്റേക്കുകൾ, അതിനകത്ത് അതുകൊണ്ടാ ഇതുകൊണ്ടാ അത് എന്നുള്ള രീതിയിൽ പല കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന ഈ പരീക്ഷന്മാരെ പോലുള്ളവർ കാണുമായിരിക്കും. പക്ഷേ യേശു
അവിടെ ഉയരുവാനിടയായി. ഈ കുരുടൽ കൂടി യേശു അവിടെ ഉയരുവാനിടയായി. നമ്മൾ അതിനൊന്നും വലിയ ആൻസർ ഒന്നും കൊടുക്കാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മളെ ദൈവം ഏൽപ്പിച്ച ആ ഒരു ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അടുത്തത് 22-ാം വാക്യത്തിൽ, യഹൂദന്മാരെ ഭയപ്പെടുക കൊണ്ടത്രേ അവൻ്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞത്. എന്ന് വെച്ചാൽ യഹൂദന്മാരുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് ഇവന് കണ്ണ് കാണുന്നത് എങ്ങനെയെന്ന് യഹൂദന്മാർ അവരോട് ചോദിച്ചു. അവൻ്റെ കണ്ണ് തുറന്നു എങ്ങനെ അവൻ്റെ കണ്ണ് തുറന്നു എന്ന് അറിയുന്നില്ല, അവനോട് ചോദിപ്പീരെന്നാണ് ആ പേരൻസ് യഹൂദന്മാരോട് ആൻസർ പറഞ്ഞത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഹൂദന്മാരെ പേടിച്ചിട്ടാണ്. കാരണം ഇവരെന്തെങ്കിലും ചെയ്യുമോ? യേശുവാണ് സൗഖ്യമാക്കിയത്. യേശുവിനെ നല്ല എതിർപ്പുണ്ടായിരുന്ന ഒരു സമയമാണ്. അപ്പോൾ യേശുവാണ് സൗഖ്യമാക്കിയത്. ഈ കുരുടനെ സൗഖ്യമാക്കിയെന്ന് മാതാപിതാക്കൾ പോലും പറയുവാൻ മടിച്ചിരുന്ന സമയത്ത് അവനെ സൗഖ്യമാക്കിയത്, എന്നെ സൗഖ്യമാക്കിയത് യേശുവാണ് എന്ന് പറയുവാനുള്ള ആ ഒരു ധൈര്യം ആ കുരുടനുണ്ടായിരുന്നു. അതുപോലെ പല കാര്യങ്ങളും അവന് അതിലൂടെ ഉണ്ടാകുവാനിടയായി. പള്ളി പ്രശ്നനാക്കണം, അവനെ ക്രിസ്തു എന്ന് പറയുന്നവരെ പള്ളി പ്രശ്നരാക്കണമെന്ന് തമ്മിൽ പറഞ്ഞൊത്തിരുന്നു. അതൊക്കെ കാരണമാണ് ആ പേരൻസ് പേടിച്ചത്. പക്ഷേ കുരുടനെ വിളിച്ച് യഹൂദന്മാർ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എന്നെ ക്രിസ്തുവാണ് സൗഖ്യമാക്കിയതെന്ന് പറയുവാൻ അവിടെയും ആ കുരുടനെ കൊണ്ട് സാധിച്ചു. അടുത്തത് അമ്മയപ്പന്മാരാണ്. ഈ അമ്മയപ്പന്മാരുടെ അടുത്തും അവന് സഹായിച്ചു. അവന് ചുറ്റും നിന്ന് ഇങ്ങനെ ഒരു കൂട്ടം ജനത്തെ അവനെ ക്രിസ്തുവിനെ അറിയിക്കുവാൻ സഹായിച്ചു. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു പ്രതിസന്ധി കണ്ടിട്ട് നമ്മൾ തകർന്നു പോകുവാനല്ല, ഇത് എന്നിലൂടെ എൻ്റെ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാനാണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുക. ദൈവം അത്ഭുതം പ്രവർത്തിക്കും. എന്നിൽ കൂടി അല്ലെ നിങ്ങളിൽ കൂടി കർത്താവ് അറിയണമെന്ന് ആഗ്രഹിക്കുന്നു ഉണ്ടെങ്കിൽ കർത്താവിന് ഇഷ്ടമുള്ള രീതിയിൽ അത് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അയക്കുന്ന ഏത് പ്രതിസന്ധിയിലും ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ കർത്താവ് നമ്മളിൽ കൂടി അറിയുവാനിടയാകും. അങ്ങനെ ഓരോ വ്യക്തി ജീവിതങ്ങളെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും യേശു നിങ്ങളിൽ കൂടി അറിയുവാൻ ഒക്കെ ദൈവം ഇടയാക്കി. യോഹന്നാൻ 9:32 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, കുരുടനായി പിറന്നവൻ്റെ കണ്ണ് ആരെങ്കിലും തുറന്ന പ്രകാരം ലോകമുണ്ടായത് മുതൽ കേട്ടിട്ടില്ല. ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനല്ലെങ്കിൽ അവന് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഇത് കുരുടൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ ഈ വായിക്കുന്നത്. ഇതിലൂടെ നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്, ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനല്ലെങ്കിൽ അവനൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിനെ അവൻ ശരിയായി അറിഞ്ഞു എന്നുള്ളതാണ്. യഹൂദന്മാർ ഒത്തിരി അവനായിട്ട് ബുദ്ധിമുട്ടിച്ചു, അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കി, അതുപോലെ അവൻ്റെ പുറകെ നടന്ന് ഇവനെ ഒത്തിരി അസ്വസ്ഥതപ്പെടുത്തുകയാണ് ഓരോ ക്വസ്റ്റ്യൻസ് കൊണ്ട്. ഇവന് സൗഖ്യമായത് കാരണം യേശുവിനോടുള്ള വിരോധമാണ് അവിടെ കാണുന്നത്. പക്ഷേ നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ആ കുരുടന് അവൻ്റെ പുറമേയുള്ള അന്ധത മാറിയതുപോലെ അവൻ്റെ ഉള്ളിലുള്ള ആ കണ്ണും തുറന്നു. പുറമേ ഉള്ള കണ്ണ് തുറക്കുന്നത് പോലെ തന്നെ ഉള്ളിലുള്ള കണ്ണും, അവൻ്റെ ആ ഒരു സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ് അത് മാറി യേശു ആരാണെന്നുള്ള തിരിച്ചറിവ് അവനുണ്ടായി. ഇത് നമ്മളുടെ ഒരു കഴിവോ മിടുക്കോ എന്ന് പറയാൻ നമ്മളെ കൊണ്ട് ഒക്കത്തില്ല. ദൈവം നമ്മളെ തെരഞ്ഞെടുത്ത് നമ്മളെ ഇതിലേക്ക് ആക്കുകയാണ്. അവനെ കുരുടൻ എന്നുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റി അവനെ ഒരു സാധാരണക്കാരനാക്കി മാറ്റി അവനിലേക്ക് കൃപകളെ പകർന്ന് അവനിൽ ഒരു അസാധാരണത്വം കൊടുത്ത് ആൻസറുകൾ ചെയ്യേണ്ടടുത്ത് ആൻസറുകൾ ചെയ്യാനും യേശുവിനെ കുറിച്ച് ഉയർത്തേണ്ടടുത്ത് യേശുവിനെ ഉയർത്തുവാനും അവനെ കൊണ്ട് സാധിച്ചു. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിലും പലപ്പോഴും വിധിക്കുന്നവരും നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നവരും ഒരുപാട് നമ്മുടെ മുന്നിൽ കാണും. നമ്മൾക്കൊരു വിഷയം വന്നു കഴിഞ്ഞാൽ ഇവൻ തീർന്നു എന്ന് വിധി എഴുതുന്നവർ കാണും. നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ കാണുമ്പോൾ പക്ഷേ അത് നമ്മൾക്കറിയാം എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളൊരു ആ ഒരു
ആന്തരിക കാഴ്ചപ്പാട് നമ്മൾക്കുണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നീ ഒരു ദൈവ പൈതലായി തീർന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ആന്തരിക കാഴ്ചപ്പാട് തുറക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി കണ്ട് തളർന്നു പോകണ്ട. ഇത് നിന്നെ ദൈവത്തിന് ഉപയോഗിക്കാനുള്ള ഒരു മുഖാന്തരമാക്കി മാറ്റുവാനാണ്. നമ്മളെ ഓരോരുത്തരെയും അതിനുവേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതാണ്. നമ്മളെ ഈ കുരുടനെ പോലെ കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ ഒരു സാക്ഷിയായി ലോകത്തിൽ യേശുവിനെ അറിയിക്കുന്ന ഒരു വ്യക്തിയായി ആ കുരുടനെ മാറ്റിയെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും മാറ്റുവാൻ ദൈവം തയ്യാറാണ്. ദൈവം ശക്തനാണ്. നമ്മൾ അതിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനങ്ങളിൽ നിന്ന് ഇരുന്നുകൊള്ളുന്നു.